ഈ വീഡിയോയിൽ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ് കാണിക്കുന്നതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ സൈസ് ചെടികളാണ്. നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാകാൻ നല്ല വിങ്കാ റോസ് വെക്കുന്നത് നന്നായിരിക്കും. ഇത് കണ്ടോ, ഇത് പോപ്പീസ് ആണ്. പലതരത്തിലുള്ള പോപ്പീസ് എൻ്റെ കയ്യിലുണ്ട്. ഈ വിങ്ക കണ്ടോ, ഇത് നല്ല ഭംഗിയാ കാണാനായിട്ട്. അധികം പൊക്കൊന്നും വെക്കത്തില്ല. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിന് നല്ല റോസ് കളറിലുള്ള പൂക്കളാണ്. പിന്നെ ഇത് എൻ്റെ പെറ്റൂണിയാണ്. പെറ്റൂണി എൻ്റെ കയ്യിൽ ഒരു 3-4 കളറുണ്ട്. ഈ പെറ്റൂണി നാടൻ പെറ്റൂണിയാണ്. ഇത് നമുക്ക് കമ്പ് കുത്തി കിളിർപ്പിക്കാനായിട്ട് പറ്റും. കോളിയസിൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ കാണുന്നത്. പൂക്കളെ വെല്ലുന്ന നല്ല ബ്രൈറ്റ് കളറാണ് ഇതിന്. ഈ പെറ്റൂണിയെ നോക്കിയാൽ നാടൻ പെറ്റൂണിയാണ്. കമ്പ് കുത്തി ഇതും കിളിർപ്പിക്കാനായിട്ട് പറ്റും. നല്ല നീല കളറിലെ വെൽവെറ്റ് പോലെയാണ് ഇതിരിക്കുന്നത്. ഇത് നീല കളറിലുള്ള ഹൈഡ്രാഞ്ചിയാണ്. നീല കളറിലുള്ള പൂക്കൾ പല വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. നീലക്കൊടുവേലി, പിന്നെ ഇത് ഒരു മോർണിംഗ് ഗ്ലോറിയാണ്. 2 സൈസ് മോർണിംഗ് ഗ്ലോറി ഉണ്ട്, 2 സൈസ് പെറ്റൂണിയാണ്. പിന്നെ ഇത് നമ്മുടെ നാടൻ ശംഖുപുഷ്പമാണ്. പിന്നെ ഇത് നമ്മുടെ ബ്ലൂ ഡേയ്സിയാണ്. നമ്മൾ വൈറ്റ് ഡേയ്സി ആദ്യമേ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡേയ്സി തന്നെ പല കളറുണ്ട്. അതിൻ്റെയൊക്കെ പൂക്കൾ വിരിയുമ്പോൾ അതൊക്കെ കാണിക്കാം. ഇതൊരു തരം മെഡിസിനൽ പ്ലാന്റ്സും കൂടിയായിട്ടുള്ള ഒരു ചെടിയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നാടൻ ജമന്തിയാണ്. ഇത് ഒരു കൊലയായിട്ടാണ് ഉണ്ടാകുന്നത്. ആ കൊലയിൽ തന്നെ ഒരു 10-9 പൂക്കളെങ്കിലും ഉണ്ടാകാറുണ്ട്. ഇത് അതിൻ്റെ മഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ഇത് നമ്മുടെ പെറ്റൂണിയാസ്. ഇത് നമുക്ക് വിത്തിട്ട് കിളിർപ്പിക്കാനായിട്ട് പറ്റും. ഈ പെറ്റൂണിയാസൊക്കെ നമ്മൾ ഈ കാണിച്ച ഹൈഡ്രാഞ്ചിയ ഒത്തിരി നാൾ പൂക്കൾ കേടുകൂടാതെ നിൽക്കും. അതേപോലെ തന്നെ ഈ അഡിനിയോ അധികം പരിചരണമൊന്നും ഇല്ലാതെ എപ്പോഴും പൂക്കൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ പെറ്റൂണിയാസിലെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് ഞാൻ ഒത്തിരി ചെടികളൊക്കെ കിളിർപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഓരോ ചെടികളുടെയും പ്രത്യേകത മനസ്സിലാക്കി പരിചരിച്ച് വളർത്തിയാണെങ്കിൽ എല്ലാത്തിലും നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാകും. ഇതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വീട്ടിൽ വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ ഇതേപോലെയുള്ള ചെടികളും പൂക്കളും ഒക്കെ വെക്കുന്നത് നമുക്ക് മനസ്സിന് വളരെ സന്തോഷം തരും. മാത്രമല്ല രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി തരാനായിട്ട് ഈ പൂക്കൾക്ക് വളരെയധികം കഴിയും. ചെമ്പരത്തിയിൽ എനിക്കധികം വെറൈറ്റീസ് ഒന്നും ഇല്ല. എൻ്റെ ഫേവറേറ്റ് ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്, റോസ് കളറിലുള്ളത്. പിന്നെ ഇത് നമ്മുടെ ബാൽസ്യമാണ്. ഒത്തിരി വെറൈറ്റി റോസുകൾ എൻ്റെ കയ്യിലുണ്ട്. പണ്ട് തൊട്ട് കളക്ട് ചെയ്ത നാടൻ വെറൈറ്റീസും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡേയ്സിയാണ്, വയലറ്റ് കളറിലെ സിംഗിൾ പെറ്റലിൻ്റെ. ഇതെനിക്കൊരു പാടത്തു നിന്ന് കിട്ടിയ ആമ്പലാണ്. നമ്മുടെ മുല്ലപ്പൂ ഒക്കെ ഇല്ലാത്തപ്പോൾ മുല്ലപ്പൂവിന് പകരമായിട്ട് നമുക്ക് ഈ പിച്ചിപ്പൂ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ മഞ്ഞ ഡേയ്സിയും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊക്കെ ഞാൻ ഓണത്തിന് വിളവെടുത്തതാണ് ഈ ജമന്തിയൊക്കെ. പിന്നെ വിഷുവിന് മാത്രം പൂക്കുന്ന കണിക്കൊന്നയാണുള്ളത്. കണിക്കൊന്ന നമുക്ക് വിഷുവിന് മാത്രമേ കാണാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷേ ഈ ജറബറ കണ്ടോ, നാടൻ ജറബറയാണ്. ഇതിൽ എപ്പോഴും നല്ല സൂര്യകാന്തി പോലെ നല്ല പൂവ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ വേറൊരു ടൈപ്പ് പെറ്റൂണിയാണ്. ഇത് നമുക്ക് കമ്പ് വെച്ചിട്ട് കിളിർപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ലെന്താനയാണ്. ലെന്താന പല വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. പോപ്പീസ് തന്നെ ഡബിൾ കളറും സിംഗിൾ കളറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.